വെൽക്കം ടു ഡ്രൈ ചില്ലി. ഇന്ന് ഡ്രൈ ചില്ലിയിൽ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കുറച്ച് നാരങ്ങാ നീരും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്തു വയ്ക്കുക. ചിക്കൻ ഫ്രൈ ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നന്നായി മാരിനേറ്റ് ചെയ്ത ഈ ചിക്കൻ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൈ ഉപയോഗിച്ച് നന്നായി മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ 1 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഒരു ഹാഫ് കുക്ക് വരെ ഫ്രൈ ചെയ്താൽ മതിയാകും. വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ട് വളരെ കൂടുതലായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും മാറ്റണം. നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന എണ്ണയിൽ നിന്നും അല്പം എടുത്ത് ചൂടായതിനു ശേഷം ജൂലിയൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറുതായി ചോപ്പ് ചെയ്ത 5 or 6 വെളുത്തുള്ളിയും ഒരല്പം കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഒരു സവാള കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും നല്ലതുപോലെ വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സവാള നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ മസാലയെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകും. ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി എല്ലാം ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ എല്ലാം മസാലയിൽ ഇപ്പം നന്നായി പെരണ്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ചിക്കൻ എല്ലാം മസാലയുടെ കൂടെ ഒന്ന് കമ്പൈനായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ലൂസ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ ചിക്കൻ നമ്മൾ നേരത്തെ ഹാഫ് കുക്കായിട്ടാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. ഈ 1 കപ്പ് തേങ്ങാപ്പാലിൽ വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ചിക്കൻ ഫുള്ളായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഈ തേങ്ങാപ്പാലെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ വറ്റി എണ്ണ മാത്രം മുകളിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. നമ്മുടെ ചിക്കനും നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിയതിന് ശേഷം അവസാനമായി 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ റോസ്റ്റ് നമ്മൾ അപ്പം, പത്തിരി, നൂലപ്പം ഇവയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.